ഒരിക്കലും രാഷ്ട്രീയവും സുഹൃത്ത് ബന്ധവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. അത് രണ്ടും രണ്ടായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നതും ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറയാനാവില്ല. ഏകദേശം 16 വർഷത്തിന് മുകളിലായി. അതൊരു സുഹൃത്ത് ബന്ധത്തിനേക്കാൾ ഉപരിയാണ്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജീവിതത്തിൽ നല്ല നല്ല ഗുരുക്കന്മാരെ കിട്ടുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ഏറ്റവും വലിയ മഹാഭാഗ്യം. ജീവിതത്തിൽ നല്ല ഗുരുക്കന്മാരെ കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. സിനിമയിൽ പത്മരാജൻ സാറിനെ പോലെ, അല്ലെങ്കിൽ മിമിക്രിയിൽ ആബേലച്ചനെ പോലെ, ചെണ്ടയിൽ സാക്ഷാൽ മട്ടന്നൂർ ശങ്കരമാരാരെ പോലെ, അങ്ങനെ എത്രയോ വലിയ വലിയ ഗുരുക്കന്മാരെ ജീവിതത്തിൽ കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ചെണ്ട എന്ന് പറയുന്ന ഞാൻ ഒരുപാട് ജീവിതത്തിൽ സ്നേഹിച്ച് കുട്ടിക്കാലം തൊട്ട് അഭ്യസിച്ച് അതെന്തെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ അരങ്ങേറണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ കാത്തുകാത്തിരുന്നപ്പോഴാണ് കൈരളി ടിവിയുടെ ഉദ്ഘാടനം 2000 ഓഗസ്റ്റ് 17 ചിങ്ങം 1 സാക്ഷാൽ മമ്മൂക്കയാണ് എന്റെ അടുത്ത് പറയുന്നത്, നിനക്ക് അങ്ങനെ ചെണ്ട കൊട്ടാൻ താല്പര്യമാണെങ്കിൽ ഞങ്ങളുടെ വേദി തന്നെ, കൈരളിയുടെ വേദി തന്നെ ഞാൻ ആദ്യം തരാം. അന്ന് കൈരളിയുടെ ചെയർമാനായി സ്ഥാനമേൽക്കുന്ന സമയമായിരുന്നു. അങ്ങനെ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ ഒരു നിമിഷമായിരുന്നു. ഫെബ്രുവരി 18 1988 പത്മനാഭൻ സാറിന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു അപരനായി നിന്നുകൊണ്ട് അഭിനയിച്ചപ്പോൾ കിട്ടിയ സന്തോഷത്തെക്കാൾ ഒരുപിടി മുകളിലായിരുന്നു ചെണ്ടയുമായി കൈരളിയുടെ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, കൈരളിയുടെ അന്നത്തെ ഇതേപോലെയുള്ളൊരു വലിയ വേദിയിൽ തിരുവനന്തപുരത്ത് കൊട്ടുന്നതിന് മുമ്പായി, പ്രോഗ്രാമിന് തൊട്ടു മുമ്പായിട്ട് അവസാന റിഹേഴ്സലിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് സ്റ്റേജ് തൊട്ട് വന്നിച്ചുകൊണ്ട് കയറി നിന്ന് ചെണ്ടക്കോലെടുത്ത് ആദ്യത്തെ കൊട്ടുകൊട്ടിയപ്പോൾ എന്റെ കയ്യിൽ നിന്നും കോല് തട്ടിത്തെറിച്ച് ദൂരെ ഒരു സ്ഥലത്ത് പോയി വീണു. ഞാൻ സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു. ആദ്യമായി ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ചു നിന്നൊരു വേദിയിൽ എന്റെ കയ്യിൽ ഇത്തരം ഒരു കൈപ്പിഴയുണ്ടായല്ലോ, ഇനി ഇതിൽ എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചുകൊണ്ട് നിന്ന നിമിഷം, ഇത് ഞാൻ അതിശയോക്തിയായിട്ട് പറയുന്നതല്ല, ഈ വേദിയിൽ നിൽക്കുന്നതുകൊണ്ട് പറയുന്നതല്ല, ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയുന്ന വാക്കുകളാണ്. അദ്ദേഹത്തിന് ഇത് എത്രമാത്രം ഓർമ്മയുണ്ടാവും എന്നെനിക്കറിയില്ല. പക്ഷെ പെട്ടെന്ന് ഞാൻ ആ കോലെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കൈ വന്ന് അതെടുത്ത് എന്റെ അടുത്തേക്ക് വന്നു. ആദ്യത്തെ വേദിയാണല്ലേ, പേടിക്കണ്ട, നന്നാവും, കസറണം, ഉഗ്രനാക്കണം, എന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. സാറിനത് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ ചെണ്ടക്കോല് താഴെ പോയപ്പോൾ സാറാണ് ട്രിവാൻഡ്രത്ത്, അന്ന് മമ്മൂട്ടി ഉണ്ടായിരുന്നു കൂടെ, സാറിന്റെ കൂടെ. അപ്പോ അത് ഒരു ഗുരുത്വമായിട്ട്, ഒരാളെപ്പോഴും നമ്മളൊരു കലയായാലും സാഹിത്യമായാലും രാഷ്ട്രീയമായാലും നമ്മളെ തൊട്ട് അനുഗ്രഹിക്കുന്ന ഒരു ഗുരുത്വം എന്ന് പറയുന്ന സംഗതി അന്ന് ഞാൻ അനുഭവപ്പെട്ടു. അതിനുശേഷം എനിക്ക് എത്രയോ ഗുരുക്കന്മാരെ കിട്ടി ചെണ്ടയിൽ. ഇന്ന് മട്ടന്നൂർ ശങ്കരമാരാരെ പോലെയും അല്ലെങ്കിൽ പെരുമരം കുട്ടന്മാരാരെ പോലെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളുടെ കൂടെ 2.5 മണിക്കൂർ 3 മണിക്കൂർ നിന്ന് പഞ്ചാരിയിലും പാണ്ടിയിലും എത്രത്തോളം കൊട്ടിക്കയറാമോ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അന്നത്തെ ഗുരുത്വമായിരിക്കാം. എന്തായാലും ഇന്നത്തെ ഈ വരവിൽ അന്നത്തെ ആ ഗുരുത്വം കൂടി മനത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സൗഹൃദവും രാഷ്ട്രീയവും കൂട്ടി കുഴക്കരുത് എന്ന് എന്റെ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു ആൻഡ് ജയ് ഹിന്ദ്.